ഹലോ ഗായ്സ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വിശുദ്ധ പ്രാസ്യമേര് ഊട്ടുതിരുന്നാളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഊട്ടുതിരുന്നാൾ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുക, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 18ാം ഊട്ടുതിരുന്നാളാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ഓഗസ്റ്റ് 29 തീയതി ഇവിടെ ഊട്ടുതിരുന്നാളുണ്ട്. അപ്പോൾ നാളെയാണ് ഊട്ടുതിരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും ഊട്ടുതിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുന്നു. അപ്പോൾ വീഡിയോ വിശേഷങ്ങളിലേക്ക് പോവാം. വിശുദ്ധ പ്രാസ്യമ്മ 1877 ഒക്ടോബർ 19 തീയതി കേരളത്തിലെ തൃശ്ശൂരിൽ കാട്ടൂർ എന്ന സ്ഥലത്ത് എലുവത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മകളായി ജനിച്ചു. ജനിച്ചു കഴിഞ്ഞ് 8ാം ദിവസം, ജനിച്ചതിന് ശേഷം 8ാം ദിവസം മാമോദിസ സ്വീകരിച്ചു. റോസ എന്നായിരുന്നു പേര്. കർത്താവിന് മാറ്റിയ ശേഷമാണ് പ്രാസ്യ എന്ന പേര് സ്വീകരിച്ചത്. ഈ കാണുന്നത് റോസയുടെയും അമ്മയുടെയും ചിത്രങ്ങളാണ്. അപ്പോൾ റോസയുടെ അമ്മ, അതായത് വിശുദ്ധ പ്രാസ്യമയുടെ അമ്മ കുഞ്ഞേത്തി കുഞ്ഞേത്തി മകളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഭാഗങ്ങളാണ് കാണിക്കുന്നത്. കുറച്ച് മുമ്പ് വിശുദ്ധ പ്രാസ്യമയും അമ്മയും പള്ളിയിൽ പോകുന്ന ഭാഗങ്ങളാണ് കാണിക്കുന്നത്. നേരെ പുലരും മുമ്പേ അവർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, കുർബാനയിൽ പങ്കുകൊള്ളാറുണ്ട്. കുറച്ച് മുമ്പ് കാണിച്ചത് വിശുദ്ധ പ്രാസ്യമയും സഹോദരങ്ങളും മാതാപിതാക്കൾക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തുതി നൽകുന്ന ഭാഗമാണ് കാണിച്ചത്. പിന്നെ കുറച്ച് മുമ്പ് കാണിച്ചത് വിശുദ്ധ പ്രാസ്യമയ്ക്ക് മാതാവും നവവൃന്ദമാലാകമാരും പ്രത്യക്ഷപ്പെടുന്ന ഭാഗങ്ങളാണ് കാണിച്ചത്, അനുഗ്രഹം നൽകുന്ന ഭാഗങ്ങളാണ് കാണിച്ചത്. പിന്നെ പ്രാസ്യമയുടെ പിതാവിനെയും പ്രാസ്യമയും കാണിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പ്. ഈ കാണുന്നതൊക്കെ ലെറ്ററുകളാണ് വിശുദ്ധ പ്രാസ്യമയുടെ ഹാൻഡ് റൈറ്റിംഗ് പതിഞ്ഞ പേപ്പറുകളൊക്കെയാണ്. വിശുദ്ധ പ്രാസ്യമേനെയും ചാവറ കുര്യാക്കോസ് പുണ്യാളന്റെ രൂപമാണ് നമ്മൾ പള്ളിയിലേക്ക് കടക്കുമ്പോൾ തന്നെ കണ്ടത്. പിന്നെ വിശുദ്ധ പ്രാസ്യമയുടെ മഠത്തിലെ ജീവിതമൊക്കെ കാണിക്കുന്നുണ്ട്. സഞ്ചരിക്കുന്ന സക്രാരി, പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് പറയാറുള്ളത്. എല്ലാവർക്കും പ്രാർത്ഥിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറില്ല. കാരണം സെൻറ്റ് മേരീസ് സ്കൂളാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് അമ്മയെ പ്രാർത്ഥിക്കൂ, അമ്മ ഞങ്ങൾ ചോദ്യമൊക്കെ എളുപ്പമാകാനും പരീക്ഷയ്ക്ക് ഈസി ആകാനും ഒന്ന് പ്രാർത്ഥിക്കൂ അമ്മയെ. അപ്പോൾ വന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഇവിടെ വന്ന് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഇവിടെ വന്ന് അമ്മേനെ കാണാറുണ്ട്, വിശുദ്ധ പ്രാസ്യമ്മേനെ. അപ്പോൾ എപ്പോഴും ഒരു കൊന്ത കയ്യിൽ പിടിച്ച് കൊന്ത എത്തിച്ച് നടക്കുകയുള്ളൂ വിശുദ്ധ പ്രാസ്യമ്മ. എന്താനുഗ്രഹം എല്ലാവർക്കും പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും, മരിച്ചാലും മറക്കില്ലാട്ടോ. ഈ കാണുന്ന വിശുദ്ധ പ്രാസ്യമ രൂപമാണ്. പിന്നെ വിശുദ്ധ പ്രാസ്യമ്മ സ്ഥാപിച്ച തിരുഹൃദയത്തിൻ്റെ രൂപമാണ് കാണിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് വിശുദ്ധ പ്രാസ്യമ സ്ഥാപിച്ച തിരുഹൃദയത്തിൻ്റെ രൂപം തൊട്ടടുത്ത് തന്നെ വ്യാകുലമാതാവിൻ്റെ രൂപവും കർത്താവിൻ്റെ രൂപം കാണിക്കുന്നത് തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് തൊട്ടടുത്ത് തന്നെ. ഈ കാണുന്നത് വിശുദ്ധ പ്രാസ്യമ കിടന്ന മുറിയാണ്. ഇവിടെ വന്ന് ഒരുപാട് പേർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. രോഗശാന്തി വരെയൊക്കെ ഉണ്ടാവും. രോഗശാന്തി, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി, കുട്ടിയില്ലാത്തവർക്ക് കുട്ടികൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ വിശുദ്ധ പ്രാസ്യമയോട് പ്രാർത്ഥിച്ച അനുഗ്രഹം കിട്ടും. ഈ കാണുന്നത് കാട്ടൂർ ഗ്രാമമാണ്. വിശുദ്ധ പ്രാസ്യമ ജനിച്ച നാടും പിന്നെ വിശുദ്ധ പ്രാസ്യമ പോയിരുന്ന ദേവാലയവും വിശുദ്ധ പ്രാസ്യമയുടെ ജന്മഗൃഹമാണ് കാണിച്ചത്. ഈ കാണുന്ന വിശുദ്ധ പ്രാസ്യമയുടെ മഠമാണ്. ചാവറ കുര്യാക്കോസ് പുണ്യവാളനെയാണ് കാണിക്കുന്നത്, പുണ്യാളന്മാരെ കാണിക്കുന്നുണ്ട് അവിടെ. ഈ കാണുന്നത് സെൻറ്റ് മേരീസ് ചർച്ചാണ്. അപ്പോൾ ഇവിടെയാണ് വിശുദ്ധ പ്രാസ്യമയുടെ കബറിടം വെച്ചിരിക്കുന്നത്. 1952 വിശുദ്ധ പ്രാസ്യമ നിത്യസമാനത്തിലേക്ക് വിളിക്കപ്പെട്ടത്. ഈ കാണുന്നതാണ് വിശുദ്ധ പ്രാസ്യമയുടെ കബറിടം. 2014 നവംബറിലാണ് വിശുദ്ധ പ്രാസ്യമയെ വിശുദ്ധയാക്കിയത്. വിശുദ്ധ പ്രാസ്യമയുടെ ചൂണ്ടാണി വിരലിൻ്റെ അസ്ഥി അവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന വിശുദ്ധ പ്രാസ്യമയുടെ, അതായത് സെൻറ്റ് മേരീസ് ചർച്ചിന് തൊട്ടടുത്തുള്ള സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.